ഹായ് കൊച്ചു കൂട്ടുകാരെ, വെൽക്കം ടു മൈ ചാനൽ വായനാ വിസ്മയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊച്ചു കൂട്ടുകാർക്കായി വീണ്ടും ഒരു കഥ ഇതാ. ഒരിക്കലൊരു കാട്ടിൽ സുന്ദരനും മടിയനുമായ ഒരു കുഞ്ഞിക്കിളി താമസിച്ചിരുന്നു. കുഞ്ഞിക്കിളിക്ക് പാട്ടുപാടാനും ഉറങ്ങാനുമായിരുന്നു ഏറെ ഇഷ്ടം. അവൻ ആഹാരം തേടാൻ പോലും മടിയായിരുന്നു. പക്ഷേ അവൻ്റെ നല്ലവരായ കൂട്ടുകാർ അവർ കൊണ്ടുവരുന്ന ആഹാരം അവന് നൽകി. അവൻ്റെ കൂട്ടുകാർ പലപ്പോഴും അവനോട് പറയുമായിരുന്നു, ഞങ്ങളെല്ലാം കൂടുണ്ടാക്കി, നീയും ഒരു കൂടുണ്ടാക്ക്, തണുപ്പ് കാലത്ത് നിനക്കത് ഉപകാരപ്പെടും. പക്ഷേ കുഞ്ഞിക്കിളി കൂടുണ്ടാക്കാൻ തയ്യാറായില്ല. മടി കാരണം അവൻ പാട്ടുപാടിയും ഉറങ്ങിയും വീണ്ടും സമയം ചെലവഴിച്ചു. ഒരിക്കൽ ഉറങ്ങിക്കിടന്ന കുഞ്ഞിക്കിളിയോട് അവൻ്റെ കൂട്ടുകാർ വന്നിട്ട് പറഞ്ഞു, തണുപ്പ് കാലമാവുമ്പോഴേക്കും നമുക്ക് അടുത്ത പ്രദേശത്തേക്ക് പോകണം. ഇവിടെ തണുപ്പ് അസഹനീയമാണ്. അതുകൊണ്ട് നീ ഞങ്ങളുടെ കൂടെ വരണം. അവൻ അതിനും തയ്യാറായില്ല. പറക്കാൻ മടിയായത് കാരണം അവൻ പറഞ്ഞു, നിങ്ങൾ പൊക്കോളൂ, ഞാനിവിടെ ഒറ്റയ്ക്ക് താമസിച്ചോളാം, തണുപ്പ് ഞാൻ ആസ്വദിച്ചോളാം. അങ്ങനെ തണുപ്പ് കാലം വന്നു. ആദ്യമൊക്കെ ഒറ്റയ്ക്ക് താമസിക്കുന്നതും തണുപ്പുമൊക്കെ കുഞ്ഞിക്കിളിക്ക് ഒരു രസമായി തോന്നി. അവൻ തണുപ്പ് ആസ്വദിച്ചു. പിന്നീട് അതിശൈത്യം വന്നപ്പോൾ അവന് തണുപ്പ് ദുസ്സഹമായി തോന്നി. കയറിക്കിടക്കാൻ ഒരു കൂടോ ആഹാരം കൊടുക്കാൻ കൂട്ടുകാരോ ഇല്ലാതിരുന്ന കുഞ്ഞിക്കിളി തൻ്റെ കൂട്ടുകാരെയും കൂടിനെയും ഓർത്ത് കരയാൻ തുടങ്ങി. ഒരു കൂടില്ലാതിരുന്നാൽ ഈ കൊടും തണുപ്പിൽ താൻ ചത്തുപോകുമെന്ന് അവന് മനസ്സിലായി. തണുപ്പൊന്നും വകവയ്ക്കാതെ അവൻ അടുത്ത ദിവസം മുതൽ ചുള്ളികൾ ശേഖരിക്കാൻ തുടങ്ങി. തനിയെ ആഹാരം ഉണ്ടാക്കാൻ തുടങ്ങി. സഹായിക്കാൻ ആരുമില്ലാതിരുന്ന കുഞ്ഞിക്കിളി പിന്നീട് പരിശ്രമശാലിയായ ഒരു മിടുക്കനായി മാറി. തണുപ്പ് മാറി വസന്തകാലമായപ്പോൾ കുഞ്ഞിക്കിളിയുടെ കൂട്ടുകാരെല്ലാം തിരികെ എത്തി. അവർ കുഞ്ഞിക്കിളിയെ കണ്ട് അത്ഭുതപ്പെട്ടു. സ്വന്തമായി കൂട് നിർമ്മിച്ച് സ്വന്തമായി ആഹാരം തേടുന്ന കുഞ്ഞിക്കിളിയെ കണ്ട് അവർക്ക് വളരെ സന്തോഷമായി. അവർ കുഞ്ഞിക്കിളിയെ ആലിംഗനം ചെയ്തു. മടി ഒന്നിനും ഒരു പരിഹാരമല്ല എന്നും മടി കൊണ്ട് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നും കുഞ്ഞിക്കിളി കൂട്ടുകാരോട് പറഞ്ഞു. ഈ കുട്ടിക്കഥ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി. വീണ്ടും ഉടനെ അടുത്ത വീഡിയോയുമായി കാണാം.